ഞാൻ അപ്പോഴും ചോദിച്ചു എന്തുകൊണ്ട് അക്കൗണ്ടിൽ പറ്റില്ല, എല്ലാ രീതികളിലും വലിയ വലിയ എമൗണ്ടുകളാകുമ്പോഴത്തേക്ക് അത് അക്കൗണ്ടിൽ തന്നെ കൊടുക്കേണ്ടത്. പുള്ളി മറിഞ്ഞ് വന്ന് ഇവിടെ വിടുന്നു, തള്ളി ഇട്ടതായി, അടിച്ച് എന്തോ ചവിട്ട എന്തോ ചെയ്ത് വന്ന് വിടുന്നു. സഹോദരിയെ ചീത്ത പറഞ്ഞു എന്നും ചോദിച്ചുകൊണ്ട് എന്നെ അതിഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് നല്ലതുപോലെ മറിഞ്ഞു. ഒരു കച്ചവടക്കാരൻ പൂങ്കുളത്തുള്ള SS ഫിനാൻസ് എന്ന സ്ഥാപനത്തിൽ പണയം വെക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ സ്ഥാപനത്തിലേക്ക് പണയം എടുക്കാൻ വേണ്ടി ചെന്നിരുന്നു. അക്കൗണ്ടിലായിരുന്നു കാശ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെയുള്ള സ്റ്റാഫ് കയ്യിൽ പണം തരാൻ നിർബന്ധിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് സ്റ്റാഫും ഈ കച്ചവടക്കാരനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാകുന്നു. പിന്നീട് ഇവിടേക്ക് ആ സ്റ്റാഫിൻ്റെ സഹോദരൻ എത്തുകയും ഉണ്ടായി. ഇദ്ദേഹത്തെ അസഭ്യം വിളിച്ചു പറയുകയും കയ്യേറ്റ ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആ കച്ചവട സ്ഥാപനത്തിലെ ഉടമ അനിലാണ് നമ്മളോടൊപ്പം ചേർന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം. ഞാനൊരു അടുത്തൊരു SS ഫിനാൻസിൽ പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കാനായിട്ട് തിരിച്ച് അവിടെ ക്യാഷ് ഇല്ലാതെ അക്കൗണ്ടിലായിരുന്നു ക്യാഷ്. അവർക്ക് അക്കൗണ്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അക്കൗണ്ടിൽ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും ചോദിച്ചു എന്തുകൊണ്ട് അക്കൗണ്ടിൽ പറ്റില്ല, എല്ലാ രീതികളിലും വലിയ വലിയ എമൗണ്ടുകളാകുമ്പോഴത്തേക്ക് അത് അക്കൗണ്ടിൽ തന്നെ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു. അവിടെ വന്ന് അങ്ങനെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഒരു കാരണവശാലും പറ്റില്ല, ഞങ്ങൾക്ക് ക്യാഷ് തന്നെ വേണം എന്ന് പറഞ്ഞ് തർക്കിച്ചു. അവർ എന്നിട്ട് അവിടെ നിന്ന് ഒരു അരമണിക്കൂറിൽ എന്നെ അവിടെ ബുദ്ധിമുട്ടിച്ചപ്പോഴത്തേക്ക് ഞാനും പറഞ്ഞു നിങ്ങൾ എന്താണ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വഴക്ക് കൂടിയിട്ട് ഞാൻ തിരിച്ചിറങ്ങി പോന്നു. അടുത്ത നേരത്തെ തിരുവല്ല സ്റ്റേഷനിൽ ചെന്ന് ഞാൻ പറഞ്ഞു സാർ ഇതുപോലെയാണ് ഇങ്ങനെ ഒരു സ്വർണം ഇങ്ങനെ. അപ്പം പോലീസുകാരെല്ലാവരും പറഞ്ഞു അത് അക്കൗണ്ടിൽ കൊടുത്താൽ എന്താ കുഴപ്പം, അക്കൗണ്ടിൽ കൊടുത്താൽ മതി, വെയിറ്റ് ചെയ്യ്, ഇന്നത്തെ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എല്ലാവരും VIP ഡ്യൂട്ടിയിലാണ്, അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്ന് വീട്ടിൽ പോയിട്ട് ഒരു 6:45 ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് എന്നെ ഒരു പയ്യൻ എന്നെ ഫോൺ ചെയ്യുന്നു. നിങ്ങൾ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കടയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓപ്പോസിറ്റായിട്ട് നിൽക്കുകയായിരുന്നു. തിരിച്ച് ഞാനിവിടെ വരുന്ന വഴിക്ക് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്ന് എന്നോട് ചോദിച്ചു എൻ്റെ സഹോദരിയെ ചീത്ത പറഞ്ഞു എന്നും ചോദിച്ചുകൊണ്ട് എന്നെ അതിഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് നല്ലതുപോലെ മർദ്ദിച്ചു. ഇവിടെ ഇട്ടപ്പോൾ തന്നെ ഞാൻ അടുത്ത ഓടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി കൊടുത്തു. അവിടെ നിന്ന് പരാതിയും കാര്യങ്ങളുമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ പോയി, 3 ഹോസ്പിറ്റലിൽ പോയി. ലാസ്റ്റ് അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അവിടെ ചെന്ന് സ്കാൻ ചെയ്തു, എക്സ്റേ ചെയ്ത് എല്ലാം ചെയ്ത് ഇന്ന് രാവിലെയാണ് വന്നത്. അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. എനിക്ക് മോളിവിടെ വീട്ടിലുള്ളതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ അവരുടെ പെർമിഷൻ വാങ്ങിച്ചാണ് തിരിച്ച് വന്ന്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് തിരിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുൻപ് ആ സ്ഥാപനത്തിൽ പണയം വയ്ക്കും അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ക്യാഷ് വേണം, അധികമായിട്ട് പലിശ വാങ്ങിക്കുക, ഇതൊക്കെയാണ് പറയുന്നത്. അവർ 1 രൂപ പലിശ എന്ന് പറയും. തിരിച്ച് നമ്മളെല്ലാം 1, 2 പല ഇതാവും. എന്നാലും ഞങ്ങൾ വച്ച എല്ലാത്തിനും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് അവസാനം ഒരു ചെറിയൊരു ഗോൾഡായിരുന്നു അവിടെ ഇരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് ഇത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചു. ശരി, അത് ഞങ്ങൾക്ക് പ്രൂഫായിട്ട് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിൾ പേയിലോ RTGS എന്താണെന്ന് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റില്ല, അവർക്ക് ക്യാഷ് തന്നെ വേണം. ഇത് അവർക്ക് ക്യാഷ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലൊക്കെ ഇത് കയറി വരുമ്പോൾ അവർക്ക് ക്യാഷ് കട്ടിങ്ങും കാര്യങ്ങളും വരും. അതിനുവേണ്ടി ഇവർ ഉടായ്പിലൂടെ സമ്പാദിക്കുന്നതാണ് ഇതെല്ലാം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ തോന്നിയിട്ടുള്ളത്. അല്ലാതെ വേറെ ഒന്നുമില്ല. എല്ലാവർക്കും 20,000 രൂപയ്ക്ക് മേളിൽ എല്ലാ ബാങ്കുകാരും എല്ലാവരും പറയുന്നുണ്ട് അതെല്ലാം ബാങ്ക്. നമ്മൾ തന്നെ ഇപ്പം SBIയിൽ ഇപ്പം ഞങ്ങൾ അടുത്ത സമയത്ത് കൊണ്ടുവന്നുകൊണ്ട് അവർ അക്കൗണ്ടിലാണ് ക്യാഷ് തന്നത്. അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടിൽ ചെറിയ എമൗണ്ട് തരും. അവരെല്ലാം ക്യാഷ് പരമായിട്ടുള്ള ഡീലിംഗ് മാത്രമേ നടത്തുന്നുള്ളൂ. അപ്പം നമ്മൾ അത് പറഞ്ഞ് നമുക്കത് പറ്റില്ല. നമുക്ക് വന്നത് നമുക്കും പ്രൂഫ് ഉള്ളതാണ്, നമുക്കും GST കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം നമുക്കും അത് കൊടുക്കുന്നതിനും തെളിവുണ്ട്, നമ്മൾ എടുക്കുന്നതിനും തെളിവുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് ഇതെല്ലാം പറഞ്ഞു വന്ന് ഇവൻ തന്നെയാണ് ഈ പയ്യന്മാരെയും പറഞ്ഞ് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നതും എന്നെ അടിച്ചിട്ട് പോയതും. ആ സ്ത്രീയുടെ ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു? അവർ ഒരു സ്റ്റാഫാണ്, ഒരു സ്ഥാപനത്തിലെ സ്റ്റാഫാണ് എന്നുള്ളൊരു കാറ്റഗറിയിലൊന്നും അല്ല സ്ത്രീയുടെ പെരുമാറ്റം. എന്ന് വെച്ചാൽ എല്ലാം അവരുടെ ഒരു വൈഫിനെക്കാളും ഉത്തരവാദിത്വം ഏറ്റെടുത്ത രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും. ഇന്നലെ തന്നെ സ്റ്റേഷനിൽ അവരെ ഞാൻ ചീത്ത പറഞ്ഞു എന്നും പറഞ്ഞ് പരാതി കൊടുത്തു. അപ്പോഴാണ് ഞാൻ ഈ മുറിവായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഈ എൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അവർ കണ്ടിട്ട് അവരപ്പോഴും എന്നെ ആ സ്ത്രീയോട് പറഞ്ഞു മാറി നില്ലെന്ന് പറഞ്ഞു. നിങ്ങളിത് ക്രിയേറ്റ് ചെയ്തതാണ്, അല്ലാതെ ഒന്നും വരില്ല. ഇയാൾ എന്തിനു മർദ്ദിക്കാൻ ഇയാൾ വീട്ടിൽ കിടന്ന സഹോദരനാണോ വന്ന് അടിച്ചു എന്ന് പറഞ്ഞെങ്കിൽ ആ സഹോദരൻ ആര് നമ്പർ കൊടുത്തു, ഇവിടെ വരാൻ ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ച് ഒരുപാട് നേരം അവിടെ ഇത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് തലയ്ക്ക് ഒരു പെരുപ്പ് ഇതുപോലെ വന്നിട്ട് മുറിവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്നാണ് ഞാൻ ഇന്ന് രാവിലെ തിരിച്ചും വരുന്നത്. ആ സഹോദരന്മാർ ഇവിടെ വന്നപ്പോൾ എന്തായിരുന്നു ഫോണിൽ സംസാരിച്ചത്?
അല്ല, എന്നെ ഞാൻ വിളിച്ചിട്ട് എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കടയുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് ചോദിച്ചു. അതൊന്ന് ഇങ്ങനെ വരാൻ പറഞ്ഞു. അവരും കടയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഈ ഫ്രണ്ടിൽ തന്നെ അവർ നിൽക്കുകയായിരുന്നു രണ്ടുപേരും കൂടെ. നിന്ന പാടെ എന്തിന് എൻ്റെ സൗകര്യം ചീത്ത വിളിച്ചു എന്നും പറഞ്ഞും കൊണ്ട് ഒരു മർദ്ദനം അങ്ങ് തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലെല്ലാം കൂടെ എനിക്ക് തിരിച്ചടിക്കാനും എനിക്ക് അതിനുള്ള ഇതുമില്ല. എനിക്ക് വയസ്സ് 53-54 വയസ്സാവുന്നുണ്ട്. അവർ വന്നവർ നല്ല കൊച്ചു പയ്യന്മാരാണ്, 10-22 വയസ്സുള്ളവരാണ്. അപ്പോൾ അവരെ ചെറുത്ത് നിൽക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. അസഭ്യവും വിളിച്ച് ഇതും വിളിച്ച് തന്നെയാണ് അവർ എന്നെ മൊട്ട അമ്മയ്ക്കും അച്ഛനൊക്കെ ചേർത്ത് വിളിച്ചിട്ട് തന്നെയാണ് ഇവർ മർദ്ദിച്ചത്. അതിനിവിടെ ഒരുപാട് തെളിവുകളുണ്ട്. ഇവിടെയുള്ള എല്ലാവരും ഈ സമയത്തായപ്പോൾ ഈ നിൽക്കുന്ന സുഹൃത്തുണ്ടായിരുന്നു, എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥാപനത്തെ പറ്റി ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ തന്നെ അറിയാം ഈ ഇങ്ങനെയുള്ള ഒരു മോശമായിട്ടുള്ള ഒരു പ്രവർത്തനം. എല്ലാവരുടെ അടുത്തും ആരുടെ കയ്യിലിരുന്നാലും സ്വർണ്ണം ഇഞ്ഞ് കൊണ്ടുപോയി. ഇപ്പോൾ മുമ്പ് നമ്മൾ പല സുഹൃത്തുക്കളെ എവിടെയെങ്കിലും വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സുഹൃത്ത് ഇതാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അവൻ കുറച്ച് പലിശയിലൊക്കെ തരുമെന്ന് പറയും. വച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം ഓട്ടോമാറ്റിക്കലി മാറും. പിന്നെ എല്ലാം കൊള്ള പലിശ വാങ്ങുക എന്നുള്ള രീതി മാത്രമാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റെന്തെങ്കിലും ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? അത് കഴിഞ്ഞ് ഇന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഇതുകൂടെ ഇറങ്ങിയിട്ട് ഞങ്ങളങ്ങ് ഇവിടെ പോയി ഹോസ്പിറ്റലായിരുന്നു. ഇനി അടുത്ത് ഇനി ഉണ്ടാവോ ഇല്ല ഇനി എന്താണെന്നുള്ള ഭവിഷ്യത്തൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു, വരാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഇതൊരു ഇങ്ങനെ ഒരു പരിപാടി ആയതുകൊണ്ട് വൈകുന്നേരം ചെല്ലാനാണ് CI സാറും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ലതുപോലെ മർദ്ദിച്ചു. ഇവിടെ എൻ്റെ 3 തയ്യൽ ഇന്നലെ വെളുപ്പിനാണ് തയ്യലിട്ടത്. അവർ നല്ലതുപോലെ നല്ല ഇത് ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് എന്നെ തിരിച്ചിന്ന് എല്ലാം ഉണ്ടെന്ന് തല ചുറ്റലോ തല കറക്കോ എന്തെങ്കിലും പറഞ്ഞുണ്ടാകുന്ന നോക്കാൻ പറഞ്ഞു. നോക്കി അവിടെ ഇരുന്നിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരിക, അഡ്മിറ്റ് ആവാനാണ് പറയുക. അപ്പോൾ ഞങ്ങൾ മോളെ വീട്ടിനകത്ത് പൂട്ടിയിട്ടിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ തിരിച്ച് ഞങ്ങൾക്ക് മോളെ രാവിലെ അവർക്ക് സ്കൂളിൽ എക്സാമും കാര്യങ്ങളാണ്. ഇപ്പോൾ 10ലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണെന്ന് കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിഡ്രോ ചെയ്ത് വന്നത്. ഈ ആക്രമിക്കുമ്പോൾ മറ്റ് സ്റ്റാഫുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? 2 പേരും ഇവിടെ ഉണ്ടായിരുന്നു. കൊച്ചു പയ്യന്മാർ. അവർക്ക് അടി കിട്ടുമെന്നല്ല. ഒരു സാധാരണ ഒരു കൊച്ചു കുടുംബത്തിലൊരു പയ്യനാണ് എൻ്റെ ഒത്തിരി കാലം കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് അവൻ ജോലിക്ക് വരുന്നത്. 3 മണിക്ക് വന്നാൽ 9 മണി വരെ അവിടെ നിൽക്കും. അപ്പോൾ അവനിവിടെ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമ്മൾ ഇടപെടുന്നതെല്ലാം. അപ്പോൾ അവനും അവർ എന്താണെന്ന് അറിഞ്ഞില്ല. ഇവർ വന്നു പെട്ടെന്ന് അങ്ങ് അടിക്കുന്നു, അടിച്ച് കഴിയുന്നു, അവരെ പാട്ടിന് അങ്ങ് പോകുന്നു. തൊട്ടടുത്തുള്ള കടയിലെ ചേട്ടനാണ് ചേരുന്നത്. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇത് പുള്ളി മറിഞ്ഞ് വന്ന് ഇവിടെ വിടുന്നു, തള്ളി ഇട്ടതായി അടിച്ച് എന്തോ ചവിട്ട എന്തോ ചെയ്ത് വന്ന് വിടുന്നു ഇവിടെ ഇട്ട് വീണ്ടും അടിക്കുകയായിരുന്നു. ഈ ബോർഡെല്ലാം കൂടി മറിഞ്ഞിങ്ങി പോന്നു. എണീറ്റ് നോക്കിയ പുള്ളി ഇവിടെ ഇട്ട് തലയിലും കഴുത്തിലും ഒക്കെ 2 പേരും കൂടി ഇടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നു കാര്യം തിരക്കിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, അവരെ കാര്യമൊന്നും പറഞ്ഞില്ല എന്താണെന്നൊന്നും. ഇല്ല, എനിക്ക് പരിക്കൊന്നും പറ്റില്ല. ഇതെല്ലാം ഇങ്ങനെ തെറിഞ്ഞ് വന്ന് പൊട്ടിയതേ ഉള്ളൂ. പിന്നെ ഇത് കംപ്ലീറ്റ് പൊട്ടി. മോശം രീതിയിലാണ് ഇദ്ദേഹത്തോട് പെരുമാറിയതും അസഭ്യം വിളിച്ചു പറഞ്ഞതും കയ്യേറ്റം നടത്തിയിരിക്കുന്നതും ആ യുവതി തന്നെയാണ് ഈ സഹോദരങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതും ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞതും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. നിലവിൽ തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഉടൻ നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇദ്ദേഹമുള്ളത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, സ്മിയ ന്യൂസ്, തിരുവനന്തപുരം.